ഇനി നാളെ പെരിന്തൽമണ്ണയില് ദ്രവമാലിന്യം ലഭിക്കാത്തൊരു സാഹചര്യം വന്നാൽ നമുക്ക് അടുത്ത പഞ്ചായത്തുകളിൽ നിന്നടക്കം ദ്രവമാലിന്യം ലഭിക്കേണ്ട ഒരവസ്ഥയിലേക്കുള്ള ഒരു പ്രൊജക്റ്റാണ് ഞങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതിന്റെ തുടക്കം ഈ ബഡ്ജറ്റിനകത്തുണ്ട്. പെരിന്തൽമണ്ണ നഗരസഭയുടെ 7ാമത്തെ ബജറ്റ് അവതരണം കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരിക്കുന്നു. ചർച്ച നടന്നു. ബജറ്റിന്റെ ചർച്ചയിൽ ഒരുപാട് വികസന പദ്ധതികളൊക്കെ വൈസ് ചെയർമാനും മറ്റുള്ള സ്ഥിരസമിതിയൊക്കെ മുന്നോട്ട് വെച്ചു. പ്രതിപക്ഷം അതെല്ലാം നിരാകരിച്ചു. അവസാനം പ്രതിപക്ഷത്തിന്റെ വിയോജിപ്പോടുകൂടി ഏകദേശം ബജറ്റ് പാസ്സാക്കി കഴിഞ്ഞു. ചെയർപേഴ്സൺ പ്രതിപക്ഷം വിയോജിച്ചു, ഭരണപക്ഷം അത് എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി അവതരിപ്പിച്ചു. ഇനി അതുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചേക്കുന്നത് അല്ലേ? അതെ, അതുപോലെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. പിന്നെ നമ്മൾ ഏറ്റവും നല്ല ബജറ്റാണ് ഇവിടെ ഇന്നലെ അവതരിപ്പിച്ചത്. അതിന് അവര് വിയോജിപ്പ് രേഖപ്പെടുത്തി. അത് നമ്മളുടെ ദീർഘവീക്ഷണമുള്ള ഒരു ബഡ്ജറ്റാണെന്ന് മനസ്സിലാകുന്നു. ആ വിഭാവന ചെയ്തിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കാൻ സാധിക്കുമെന്നൊരു ചോദ്യം ഇവിടുത്തെ നാട്ടുകാർക്കുണ്ടാവും. അതിനുത്തരം നടപ്പാക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മള് ഇനി 5 വർഷക്കാലം ഉണ്ടല്ലോ, നമ്മള് 2 മാസമായിട്ടല്ലോ ഇത് കയറി കൂടിയിട്ടേ. 5 വർഷം കൊണ്ട് നടപ്പാക്കും. നമ്മളെല്ലാം പൂർത്തീകരിക്കും. നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുറിയ ഫാറൂഖ് നടപ്പാക്കാൻ കഴിയുന്ന ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്നാണ് ഇവിടെയുള്ള നാട്ടുകാർക്ക് ഉറപ്പ് നൽകുന്നത്. അപ്പോൾ ഈ പ്രതിപക്ഷം വിയോജിച്ചെങ്കിലും ഭരണപക്ഷം ബജറ്റ് നടപ്പാക്കുന്ന പദ്ധതികളാണെന്ന് ഉറപ്പ് പറയുന്നുണ്ട്. ചെറിയ ചെറിയ വാഗ്വാദങ്ങൾ ഉണ്ടായെങ്കിലും ഏകദേശം പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പദ്ധതികളാണെന്ന് ബജറ്റ് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. വൈസ് ചെയർപേഴ്സൺ MP മുഹമ്മദ് ഫസൽ ബജറ്റിനെ കുറിച്ച് ബഡ്ജറ്റിൽ നടന്ന ചർച്ചയിൽ പ്രതിപക്ഷ അംഗങ്ങളടക്കം അതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് കേട്ടിരുന്ന എല്ലാവർക്കും മനസ്സിലായി. കാരണം ഇതിനൊരു ദീർഘദൃഷ്ടിയോടുള്ള ഒരു ബഡ്ജറ്റാണ്. ഇത് ആരെങ്കിലും പൊടിക്കൈ കൊണ്ട് ചെയ്ത കാര്യങ്ങളല്ല. ഇതെല്ലാം നമ്മൾ ഈ പദ്ധതി നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ അതിന് ഉണ്ടാവുന്ന പണം അതിന് കിട്ടുന്ന സാമ്പത്തികമായ എവിടുന്നൊക്കെയാണ് സ്വരൂപിക്കുന്നത് എന്ന് മുൻകൂട്ടി തീരുമാനിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന പദ്ധതിയാണ്. അതുകൊണ്ട് ആ പദ്ധതി നടപ്പിലാവും. മറ്റേത് എന്താ വെച്ചാൽ പദ്ധതി നടപ്പിലാവുകയും പണമില്ലാതെ ഉഴലുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 15 വർഷക്കാലമായി ഭരിച്ച LDFന്റെ മുമ്പത്തെ കാലത്തെക്കാളേറെ ഇപ്പൊ പ്രത്യേകിച്ച് കഴിഞ്ഞ 15 വർഷക്കാലം കൊണ്ടുണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള ദീർഘദൃഷ്ടിയില്ലാത്ത പ്രവർത്തനം നമ്മൾ പല ഉദാഹരണങ്ങൾ നമ്മൾ എടുത്തു കാണിക്കാൻ നമ്മൾ ബോധപൂർവം മാറ്റി വെച്ചതാണ്. ആ പെരിന്തൽമണ്ണ മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിന്റെ ഉണ്ടാക്കിയ ബസ് സ്റ്റാൻഡിന് ചെലവായത് 34 കോടി രൂപയാണ്. ഒരു സാമാന്യ ബുദ്ധി വെച്ച് സാമാന്യ യുക്തി വെച്ച് നോക്കിയാൽ ആ എത്രയോ വലിയ ചെലവാണ് അവിടെ നടത്തിയിരിക്കുന്നത്. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ ബസ് സ്റ്റാൻഡ് 13 നിലകളിൽ വളരെ മനോഹരമായ ഒരു സംഭവമായിട്ടൊക്കെയാണ് വിഭാവനം ചെയ്തത്. അപ്പൊ വിഭാവനം ചെയ്ത് നടപ്പാക്കാൻ വേണ്ടി ആയിരിക്കില്ലേ ഇത്രയും തുക ചെലവഴിച്ചതെന്ന് ജനങ്ങൾ ചോദിച്ചാൽ അതിനൊരു ഉത്തരവ് കൂടി. അത് ഈ 34 10 നില ഉണ്ടാക്കുന്ന ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ 10 നില ഉണ്ടാക്കണം. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫൗണ്ടേഷനിൽ മുകളിലേക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോവല്ലേ. അത് തീർച്ചയായും അതിൽ നിന്ന് കിട്ടിയ അഡ്വാൻസ് വരുമാനം കൊണ്ട് പൂർണ്ണമായും ആ ബിൽഡിംഗ് പണിയാൻ കഴിയണം. അതല്ലെങ്കിൽ ഇന്ന ഫണ്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം, അല്ലെങ്കിൽ ഇന്ന ഫണ്ട് നമുക്ക് ചെയ്യാൻ കഴിയണം. അല്ലെങ്കിൽ നമ്മൾ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഗവൺമെന്റിലേക്ക് ഒരു ഗ്രാന്റ് വാങ്ങി 17 കോടി രൂപ ഗ്രാന്റും വാങ്ങി 17 കോടി രൂപ സ്പെഷ്യൽ ഗ്രാന്റും വാങ്ങിയിട്ടാണ് ആ സാധനം പടകിനെ തൂക്കി നിൽക്കുന്നത്. ആ 17 അത് ഞാൻ ഈ ബാധ്യതയിൽ പറഞ്ഞിട്ടില്ല. അത് ആ 17 കോടി 50 കൊല്ലം കൊണ്ട് തിരിച്ചടക്കേണ്ട ഒരു ബാധ്യത ഇത് മുനിസിപ്പാലിറ്റി മേലെ നിൽക്കുകയാണ്. 50ാമത്തെ കൊല്ലം വരുന്ന കൗൺസിലാണ് നടക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇതിനൊക്കെ സൂചിപ്പിക്കാൻ പോയിട്ടില്ല. അങ്ങനെയുള്ള പണം അടക്കം വാങ്ങിയിട്ട് 34 കോടി രൂപ ചെലവാക്കിയിട്ട് കേവലം ഇപ്പോൾ കിട്ടുന്നത് ഒരു ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാണ്. അപ്പൊ ഇങ്ങനെ വികസനത്തിന് കാഴ്ചപ്പാടില്ലാതെ ശാസ്ത്രീയത ഇല്ലാതെ അവനാന്റെ കാര്യത്ത് കിട്ടുന്നിടത്തോളം ഇത് ചെയ്ത് കാണിക്കാനുള്ള വ്യഗ്രതയിൽ പല കാര്യങ്ങളും പകുതിയും മുക്കാലും കാലുമായി ഇട്ട് പോകേണ്ടതിന്റെ ദുരന്ത ഫലമാണ് ഇന്ന് പെരിന്തൽമണ്ണ നഗരസഭ അനുഭവിക്കുന്നത്. അതിന്റെ ഫലമാണ് ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മുടെ ഐക്യ ജനാധിപത്യ മുന്നണി കൗൺസിലർമാരെ വിജയിപ്പിച്ചുകൊണ്ട് ഞങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് ഈ ഭരണസമിതിയെ ഏൽപ്പിച്ചിട്ടുള്ളത്. 100% ഈ ഭരണസമിതി ഒറ്റക്കെട്ടായിക്കൊണ്ട് തന്നെ ഞങ്ങൾ ഈ പൂർണ്ണമായും ഈ പദ്ധതികൾ നടപ്പിലാക്കി 5 വർഷം കഴിയുമ്പോൾ അഭിമാനത്തോടു കൂടി ഐക്യ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിലേക്ക് വരാനുള്ള പാത വെട്ടിയൊരുക്കിയതിനു ശേഷമാണ് ഞങ്ങൾ പിരിഞ്ഞു പോകുക എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു.
ഏതായാലും 5 വർഷം കൊണ്ട് നടപ്പാക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പാക്കിയിട്ടേ ഇവിടെ നിന്ന് ഇറങ്ങി പോകുള്ളൂ. അത് വീണ്ടും തുടർഭരണം ലക്ഷ്യം വിട്ടുള്ളതായിരിക്കും എന്ന് കൂടി പറയുന്നു. നമുക്ക് ബഷീർ മാഷിന് കൂടി, ആരോഗ്യ സ്ഥിര സമിതി അധ്യക്ഷൻ ബഷീർ മാഷ് കൂടി ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത അദ്ദേഹം കൂടി ഒന്ന് പറയട്ടെ. ആരോഗ്യ സ്ഥിര സമിതി അധ്യക്ഷൻ നാനകത്ത് ബഷീർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ ചെയർപേഴ്സണും വൈസ് ചെയർമാനും ഒക്കെ പറയുന്നത് എല്ലാം നടപ്പാക്കും എന്നാ പറയുന്നത്. അപ്പോ നാട്ടുകാർക്ക് വീണ്ടും ചോദിക്കാനുള്ള അവിടെ ഓടിച്ചെന്ന് ചോദിക്കാൻ പറ്റുന്ന ആളുകളുടെ ഒരു കൂട്ടത്തിലാണ് ബഷീർ മാഷ് എന്ന് തോന്നുന്നു. ഇതൊക്കെ നടപ്പാക്കുമെന്ന് ഉറപ്പ് ജനങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് ഉറപ്പിച്ചു കൊടുത്തത്. ഞങ്ങൾക്കത് ഉറപ്പിച്ചു കൊടുക്കേണ്ട വിഷയം തന്നെ ഇല്ല. ഞങ്ങൾ പറയുന്നത് നടപ്പാക്കാൻ ഉദ്ദേശിച്ചതേ പറയുള്ളൂ. അക്കാര്യത്തൊരു സംശയം നമുക്ക് ആർക്കും വേണ്ട. ഇവിടെ ഇവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ തകരാറാണ്. കാരണം ഒരു കാര്യത്തിന് ഒരു ലോൺ എടുക്കാതെ ആരും മുന്നോട്ട് പോകില്ല. ലോൺ എടുക്കാം, അതിന് യാതൊരു എതിരും ഞങ്ങളും ഇല്ല. പക്ഷെ ലോൺ എടുത്താൽ അടുത്ത ലോൺ എന്തിനു വേണ്ടിയാണോ അതിനു വേണ്ടി ചെലവാക്കണം. അതിനുവേണ്ടി ചെലവാക്കിയ ആ കൊമേഴ്സ്യൽ പർപ്പസ് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ നിന്ന് അതിന് വരുമാനം കിട്ടി ആ ലോണ് തിരിച്ചടക്കാൻ പറ്റും. അതല്ല അവർ ചെയ്യുന്നത്. ആ തരത്തില നല്ല ദൂരക്കാഴ്ചയുള്ള ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചത്. പ്രത്യേകിച്ച് എന്നെ ഹെൽത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. കാരണം 30 വർഷമായിട്ട് നടക്കാത്ത ദ്രവമാലിന്യത്തിന് ഒരു പദ്ധതി പെരിന്തൽമണ്ണയിൽ വരാൻ പോകുന്നു. അത് ഈ ബഡ്ജറ്റിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതെന്താണ് എന്നുള്ളത് വഴിയെ നിങ്ങൾ കാണും, നിങ്ങൾ മനസ്സിലാക്കും. ശുദ്ധമായ ദ്രവമാലിന്യം കൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നുള്ളത്. ഇനി നാളെ പെരിന്തൽമണ്ണയില് ദ്രവമാലിന്യം ലഭിക്കാത്തൊരു സാഹചര്യം വന്നാൽ നമുക്ക് അടുത്ത പഞ്ചായത്തുകളിൽ നിന്നടക്കം ദ്രവമാലിന്യം ലഭിക്കേണ്ട ഒരു അവസ്ഥയിലേക്കുള്ള ഒരു പ്രൊജക്റ്റാണ് ഞങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതിന്റെ തുടക്കം ഈ ബഡ്ജറ്റിനകത്തുണ്ട്. ഇപ്പൊ അത്രേ പറയുന്നുള്ളൂ. ഭാവി കാത്തിരുന്ന് കാണാം. ഏതായാലും അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം. മാത്രമല്ല നഗരത്തിലെ വലിയ വലിയ വികസന പദ്ധതികൾ വരും. അതുവരെയൊക്കെ കാത്തിരിക്കാമെന്നാണ് ബഷീർ മാഷും പറയുന്നത്. ഏതായാലും ഭരണപക്ഷം വലിയ ആത്മവിശ്വാസത്തിലാണ്. പ്രതിപക്ഷത്തിന്റെ വിയോജിപ്പ് തള്ളിക്കളയുന്നു. ഏതായാലും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പദ്ധതികളൊക്കെ നടപ്പാവട്ടെ എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10 പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിങ് ഒക്കെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.